സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇത് മറികടന്നൊരു വിജയമുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ ജയിക്കാൻ മത്സരിച്ചതുമായിരുന്നില്ല. പക്ഷെ പിന്നീട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു അനുകൂലമായ സാഹചര്യം വളർന്നു വരുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന മണ്ഡലമാണ് പയ്യന്നൂർ. നമുക്കറിയാം CPM കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന B. കുഞ്ഞികൃഷ്ണൻ അവിടെ മത്സരിച്ചത്. UDF സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അദ്ദേഹം ധനരാജി രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ധനാപഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. അത് പാർട്ടിക്കുള്ളിൽ ഉയർത്തി 5 വർഷത്തോളം പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാക്കിയതിനു ശേഷം അതിനൊരു പരിഹാരം ഉണ്ടായില്ല എന്നത് കണ്ടുകൊണ്ടാണ് പിന്നീട് പുറത്തിറങ്ങിയൊരു പോരാട്ടത്തിന് തയ്യാറായത്. പാർട്ടി പ്രശ്നങ്ങൾ കണ്ടില്ല, പക്ഷെ ജനങ്ങൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതെ, തീർച്ചയായും ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചത് ഈ ഒരു വിഷയത്തിൽ നേതൃത്വത്തിൻ്റെ തെറ്റായ നിലപാട് തിരുത്തിക്കാൻ ജനങ്ങൾ സന്നദ്ധമാകണമെന്നതാണ്. ആ നിലയിൽ ജനങ്ങൾ സന്നദ്ധമായിട്ടുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ പയ്യന്നൂർ പോലെ ഒരു 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുന്ന ഒരു മണ്ഡലമാണ് CPM സാധാരണഗതിയിൽ. അവിടെയാണ് ഇപ്പോൾ ഒരു വിജയം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വോട്ട് ഒഴുക്കുണ്ടായത്? കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ 49,000 ചില്ലറ വോട്ടിൻ്റെ ഏതാണ്ട് 1,00,000 വോട്ടിൻ്റെ തന്നെ ഭൂരിപക്ഷത്തിനാണ് നിലവിലുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള നിലവിലെ MLA ആയിട്ടുള്ള ആൾ ജയിച്ചു വന്നത്. ഞാൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇത് മറികടന്നൊരു വിജയമുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ ജയിക്കാൻ മത്സരിച്ചതുമായിരുന്നില്ല. പക്ഷെ പിന്നീട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു അനുകൂലമായ സാഹചര്യം വളർന്നു വരുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. പോളിംഗ് കഴിഞ്ഞപ്പോൾ ഒരു ജയപ്രതീക്ഷയാണ് ജനങ്ങൾ നൽകിയത്. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പം അത് ഈ വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. തിരുത്തൽ പ്രവർത്തനം ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ പുറത്തു നിന്നുകൊണ്ടാണ്. അത് എങ്ങനെയാണെന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണല്ലോ ഞാൻ, പിന്നെ പാർട്ടിക്കകത്ത് നിന്ന് പോരാട്ടം നടത്താൻ കഴിയില്ലല്ലോ. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തായവരെ കൊണ്ടാണ് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടായിരിക്കുന്നത്. ആ നിലയിൽ പാർട്ടി എന്തെങ്കിലും തരത്തിലൊരു പരിഹാരം കാണാൻ ശ്രമിക്കില്ലേ? ഞാൻ സ്വയം പുറത്തു പോയതല്ല, എന്നെ പുറത്താക്കിയതാണ്. പാർട്ടിക്കകത്ത് 5 വർഷം പോരാട്ടം നടത്തി ഒരു പ്രയോജനവും ഇല്ല എന്ന് കണ്ടപ്പോൾ ആ വിഷയം ജനങ്ങളോട് പറയാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടതാണ്. പാർട്ടിയാണ് എന്നെ അതിന് നിർബന്ധിച്ചത്. അതിൻ്റെ പേരിലാണ് എന്നെ പുറത്താക്കിയത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ആ നിലയിൽ ആ പോരാട്ടം ഇനി പൊതുസമൂഹത്തിൽ തുടരാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുകയാണ്. MLA എന്ന നിലയിൽ എങ്ങനെയായിരിക്കും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക? അല്ല, അത് മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ കേരളത്തിന്റെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടും എന്നാൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സന്നദ്ധമാണ്. ഉയർത്തിയ വിഷയങ്ങൾക്കപ്പുറം പാർട്ടി മറ്റു തലത്തിലും വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. പിണറായി വിജയനടക്കം വലിയ ഉയർത്താണ് വിജയിച്ചത്. അത് പറഞ്ഞു കേട്ടു. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അത് 2 കാര്യമുണ്ട്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലുണ്ട് എന്നത് അത് സർക്കാരിനെ എതിർക്കുന്ന ആളുകൾ മാത്രമല്ല, സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടർച്ചയായ ഭരണം ആ പാർട്ടിയെ ദുഷിപ്പിക്കും എന്ന് ചിന്തിക്കുന്ന ഒരുപടി ആളുകളുണ്ട്. പരസ്യമായ അഭിപ്രായം പറയാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ മേക്കിട്ട് കയറാനാണ് നേതൃത്വം ആ സമയത്ത് സന്നദ്ധായത്. അവർ സൂചിപ്പിച്ചത് ശരിയാണ് എന്ന് കൂടി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി. കുഞ്ഞികൃഷ്ണൻ കറകളഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, CPM-കാരനാണ്. ബംഗാൾ പോലെ കേരളത്തിൽ പാർട്ടി ആവുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ പുസ്തകത്തിൽ ആ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. ബംഗാൾ പോലെ കേരളം ആകാൻ പാടില്ല എന്നതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ആകണമെങ്കിൽ, അങ്ങനെ ഈ പാർട്ടി നിലനിൽക്കണമെങ്കിൽ, വളരണമെങ്കിൽ തിരുത്തൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ് കേരളത്തിൽ. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഞാൻ. നിങ്ങളുടെ ഈ തിരുത്തൽ പാർട്ടിക്ക് മുന്നോട്ട് പോക്കിന് കരുത്താകും എന്ന് പറയാൻ സാധിക്കില്ല. അത് അവരുടെ നിലപാടിനനുസരിച്ചായിരിക്കും. നിങ്ങൾ എന്തായാലും തിരുത്തിയിട്ടുണ്ട്. ഏതായാലും കേരളം നോക്കിക്കണ്ട ഒരു വിജയം തന്നെയാണ് B. കുഞ്ഞികൃഷ്ണേട്ടൻ്റെത്. സാധാരണഗതിയിൽ CPM-ൽ നിന്ന് വലിയ ഒഴുക്കുണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇവരുടെയൊക്കെ തന്നെ വിജയങ്ങൾ സൂചിപ്പിക്കുന്നത്. ക്യാമറാമാൻ BB തടത്തിനൊപ്പം